നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വർണ്ണാഭയുടെ സുന്ദര കുടചൂടി ആഘോഷമേള. താളത്തിന്റെ ആരവവുമായി പുതിയ അധ്യയന വർഷം. കുതിരപ്പുറമേറിയ വിദ്യാർത്ഥിയും കുട്ടികളുടെ ബാൻഡ് വാദ്യവും കലാരൂപങ്ങളുടെ വേഷപ്പകർച്ചയും മതിവരാ കാഴ്ചയായി. തെയ്യവും നാടൻ കലാരൂപങ്ങളും മികവിന്റെ കൊടിയടയാളം തീർത്തു. ജില്ലാ പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങിൽ നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ റോബോട്ടിക് ആനയും ഒട്ടകവും. മന്ത്രി ആർ ബിന്ദു പ്രവേശനോത്സവ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമഴയ്ക്ക് നേരിയ ശമനം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ഭാഗികമായി മുക്കി മഴ. ആശുപത്രിയുടെ താഴത്തെ നിലയിലാണ് വെള്ളം ഇരച്ചെത്തിയത്. MRI സ്കാൻ സെന്റർ, പ്രസവ വാർഡ്, മെഡിക്കൽ ലൈബ്രറി പരിസരവും വെള്ളമെത്തി. മഴയ്ക്കിടെ മിന്നലും. ആശുപത്രിയിലെ കാന്റീൻ ജീവനക്കാരൻ അബ്ദുൾ ലത്തീഫിന് മിന്നലിൽ പരുക്ക്. ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെയാണ് അപകടം. വ്യാപാരി സമൂഹത്തിന്റെ നന്മ കാരുണ്യത്തിൽ അർബുദ രോഗബാധിതനായ 14-കാരന് പുത്തൻ പ്രതീക്ഷയുടെ ജീവിത വഴി. വേലൂർ സ്വദേശിയായ കുട്ടിക്ക് ചികിത്സാ ചിലവിന് ആവശ്യം 60 ലക്ഷം രൂപ. പേരാമംഗലത്തെ വ്യാപാരികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അതിവേഗം ധനസമാഹരണം. മസ്തിഷ്ക രോഗത്താൽ ദുരിതമനുഭവിക്കുന്ന മലപ്പുറം സ്വദേശിക്ക് സഹായ ഹസ്തവുമായി കാർപ്പന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. കൂട്ടായ്മയുടെയും സംഘാടന മികവിന്റെയും സുന്ദര പ്രതീകമായി പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം. പ്രകൃതി സംരക്ഷണത്തിന്റെ ഉത്തമ മാതൃകയായി അധ്യയന വർഷാരംഭം. മധ്യവേനലവധി കഴിഞ്ഞ് അക്ഷരമുറ്റത്തെത്തിയ എല്ലാ കുരുന്നുകളെയും വരവേറ്റത് ആയൂർ ജാക്ക് പ്ലാവിൻ തൈകൾ നൽകി. 100 വയസ്സായ അക്ഷരമുത്തശ്ശിയുടെ ആഘോഷത്തിന് 100 പരിപാടികൾ. എന്റെ വിദ്യാലയം മാലിന്യമുക്തം പദ്ധതിക്ക് തുടക്കമായി. ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം അശ്വതി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപതയിലെ കുടുംബ കൂട്ടായ്മകളുടെ പ്രവർത്തനം ഏറെ മഹത്തരമാണെന്ന് കത്തോലിക്ക സഭ ചീഫ് എഡിറ്റർ ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ. ലഹരിക്കെതിരെ അണിനിരക്കണമെന്നും ആഹ്വാനം. മച്ചാട് സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ വാർഷികം. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ. മഴക്കാലമായതോടെ അപകട ദുരന്ത കേന്ദ്രങ്ങൾ. അവണൂർ പഞ്ചായത്തിൽ തകർത്ത റോഡുകൾ പുനർനിർമ്മിക്കാത്തത് ഗുരുതര കൃത്യവിലോപമെന്ന് ആരോപണം. പ്രക്ഷോഭവുമായി കോൺഗ്രസ് രംഗത്ത്. ആശാൻപടിയിൽ പ്രതിഷേധ സമരം. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ വിദ്യാർത്ഥി ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടുക്കും ഉന്നതി ക്ലബ്ബുകൾ. ഉദ്ഘാടനം ചേലക്കരയിൽ മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവവും മന്ത്രി നിർവഹിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ചിറ്റിലപ്പള്ളിയിൽ അക്കാദമിക് പ്രതിഭകളെ അനുമോദിച്ച് പഴമ്പുഴ ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്ര കമ്മിറ്റി. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ നൽകി. ജില്ലാ വ്യവസായ എംപ്ലോയീസ് ഇൻഷുറൻസ് ട്രൈബ്യൂണൽ ജഡ്ജി ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു.
ദേശീയപാത പോട്ട നാട്ടുകുന്നിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ച് 50കാരന് ദാരുണാന്ത്യം. പേരാമ്പ്ര സ്വദേശി ജെയിംസ് ആണ് ദുരന്തത്തിന് ഇരയായത്. ആമ്പല്ലൂർ കല്ലൂരിൽ സൈക്കിളിൽ കാറിടിച്ച് ലോട്ടറി വിൽപ്പന തൊഴിലാളിയായ വയോധികൻ മരണമടഞ്ഞു. മാവിൻചുവട് സ്വദേശി ദേവദാസനാണ് മരണമടഞ്ഞത്. മികവിന്റെ കൊടുമുടിയിൽ വിരാജിക്കുന്ന കേരള പോലീസ് സേനയ്ക്ക് കൂടുതൽ കരുത്തു പകർന്ന് 290 വനിതകളടക്കം 448 പേർ കൂടി സേനയുടെ ഭാഗം. കേരള ആം വനിതാ പോലീസ് ബറ്റാലിയനിലെ 290 വനിതകളും KAP 5ാം ബറ്റാലിയനിലെ 158 പുരുഷന്മാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു.